Guys, ഇപ്പോൾ ആപ്പിൾ പ്രോഡക്ട്സിൻ്റെ ഏറ്റവും ഹൈലൈറ്റും അതുപോലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എയർഡ്രോപ്പ്. ആ ഒരു എയർഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പട്ടപട്ടാന്ന് നമുക്ക് നമ്മുടെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനും അതും എത്ര സൈസ് ആയാലും നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പരിപാടി ഒരു എയർഡ്രോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എയർഡ്രോപ്പ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എയർഡ്രോപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പിൾ ഇക്കോസിസ്റ്റിൻ്റെ ഒരു അടിത്തറ തന്നെ പറയാം, മെയിൻ സാധനമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു എയർഡ്രോപ്പിൻ്റെ പവർ എന്താണെന്ന് കാണിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് 21 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ, അത് 4K ആയിട്ട് 60 FPS ആണ്, ഐഫോണിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ സൈസ് എന്ന് പറയുന്നത് 4.02 GB ആണ്. ഓക്കെ, 4 GB അടുത്തുണ്ട് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഐഫോണിൽ നിന്ന് ഞാനത് എൻ്റെ ആ ഒരു മാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുന്ന സമയം നിങ്ങൾ നോക്കിക്കോ. ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് കൊടുക്കുകയാണ്, അധികം സമയമൊന്നുമില്ല, എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1 മിനിറ്റ് 21 സെക്കൻഡിനുള്ളിലാണ്. ഓക്കെ, 1 മിനിറ്റ് 21, അത് ഒരു 4 GB, അത് 4K ആയിട്ട് 60 FPS ആ ഒരു വീഡിയോ ആണ് ഞാൻ ആ ഒരു 1 മിനിറ്റ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, അതും വയർലെസ്ലി. അപ്പം ഇത്രയും പവർഫുൾ ആണിത്. ഇപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ആ ഒരു വയർ യൂസ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാര്യം ഓർത്ത് നോക്കുക. ഇതിനും നല്ല ടൈം എടുക്കും. ഇനിയിപ്പോൾ അതല്ല ഒരു SSDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഫാസ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ അത് മിക്കവാറും 1 മിനിറ്റിന് എടുക്കാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ആ ഒരു സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എയർഡ്രോപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും പവർഫുൾ ആയിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എയർഡ്രോപ്പിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു എയർഡ്രോപ്പ് നമുക്ക് മെയിനായിട്ടും മാക്കിൽ അതുപോലെ തന്നെ ഐപാഡിലും പിന്നെ ഈ ഒരു ഐഫോൺസിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു എയർഡ്രോപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഐഫോണിൽ നോക്കാം. അപ്പോൾ ഐഫോണിൽ അതിനായിട്ട് നിങ്ങൾ ആദ്യം ആ ഒരു കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ അതുപോലെ തന്നെ വൈഫൈ ബ്ലൂടൂത്ത് ഉള്ള ആ ഒരു സെക്ഷൻ അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എയർഡ്രോപ്പിൻ്റെ ആ ഒരു ഐക്കൺ താഴെ കാണാൻ പറ്റും. അവിടെ ഒന്നും കൂടി ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടും. ഒന്ന് റിസീവിങ് ഓഫ്, അതായത് ആ ഒരു എയർഡ്രോപ്പിൻ്റെ സെറ്റപ്പ് ഓഫ് ചെയ്യാൻ. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കോൺടാക്ട്സ് ഉള്ളി, അതായത് നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള ഒരാൾ ഒരു ഐഫോൺ യൂസർ ആണെങ്കിൽ ആ ഒരു കോൺടാക്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മളിപ്പം അറിയാത്തൊരാളുടെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് എവരിവൺ ചൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല മാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് കാണാൻ പറ്റുക, കോൺടാക്ട്സ് ഉള്ളിയും അതുപോലെ തന്നെ എവരിവണ്ണും. അപ്പോൾ എവരിവൺ യൂസ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അറിയാത്തൊരാളുടെ നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എവരിവൺ യൂസ് ചെയ്യുക. അതായിരിക്കും ഇത്രയും ഫാസ്റ്ററായിട്ട് നമുക്ക് ആ ഒരു ഫോൺ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അതല്ല നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ കോൺടാക്ട്സിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ആൾക്കാർ ഐഫോൺസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു കോൺടാക്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കോൺടാക്ട്സുകളിൽ കൊടുക്കുമ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അയക്കാൻ പോകുന്ന ആളുടെ ആ ഒരു ഫോണിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ ട്രാൻസ്ഫർ പല തരത്തിൽ ചെയ്യാൻ പറ്റും. മാക്കിൽ നിന്ന് ഐഫോണിലേക്കും അതുപോലെ ഐഫോണിൽ നിന്ന് മാക്കിലേക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇനിയിപ്പോൾ മാക്കിൽ നിന്നാണ് ഈ ഐഫോൺസിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. അതിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് ഒക്കെ എടുത്തിട്ട് അവിടെ എയർഡ്രോപ്പ് വഴി സ്കാൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു എയർഡ്രോപ്പിൻ്റെ അവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പം ഫോണിൽ നിന്ന് നിങ്ങൾ മാക്കിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലേക്ക് നിങ്ങളുടെ ഗാലറിയിലായിരിക്കും ഫയൽസ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ. അതല്ല നിങ്ങളുടെ ഫയൽസിലാണെങ്കിൽ ടാപ്പ് ചെയ്ത് പിടിക്കുക, അത് കഴിഞ്ഞിട്ട് ഷെയർ കാണാൻ പറ്റും. അതിൻ്റെ താഴെ നമ്മുടെ കോൺടാക്ട്സ് ഉള്ളി ഡിവൈസസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൊക്കത്ത് തന്നെ കാണാൻ പറ്റും ആ ഒരു മാക്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എയർഡ്രോപ്പിൽ നിന്ന് ആ ഒരു ഐക്കൺ താഴെ കാണാൻ പറ്റും, അത് ടാപ്പ് ചെയ്യുക, അതിനകത്ത് നിങ്ങളുടെ ആ ഒരു അയക്കാൻ ഉദ്ദേശിച്ച ആളുടെ ഡിവൈസിൻ്റെ പേരും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു എയർഡ്രോപ്പ് വഴി ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി. അപ്പോൾ ആദ്യം കാണിച്ച പോലെ തന്നെ എത്ര വലിയ സൈസുള്ള ഫയലാണെങ്കിൽ പോലും നമുക്കൊരു ചെറിയൊരു സമയം കൊണ്ട് വയർ കണക്ട് ചെയ്യാതെ നമുക്ക് എയർഡ്രോപ്പ് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എയർഡ്രോപ്പ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക് വീഡിയോ.